നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ജീവന ബബനകറ്റുര ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി സമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അസാധാരണമായ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ സ്തോത്രം, ഞാൻ ബോംബെയിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയം മുതൽ പരിശുദ്ധാത്മാവ് എന്നെ വളരെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് നിങ്ങളോടും പറയാം, ദൈവാത്മാവ് എന്നോട് പറയാം. മറ്റൊന്നുമല്ല, പൗലോസും ശീലാസും തടവറയ്ക്കുള്ളിലായി. സ്തോത്രം. എവിടെയായി? കാരാഗ്രഹത്തിനകത്തായി. സ്തോത്രം. സാര പിടിച്ചിട്ടിരിക്കുന്നത്? സ്തോത്രം. ഗവൺമെന്റാ പിടിച്ചിട്ടിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഗവൺമെന്റ് പിടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഉള്ളിലെ തടവറയിൽ കൊണ്ടിട്ടിരിക്കുക. കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. ശരീരം ആമത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. പടയാളികളുടെ നടുവിൽ അവരെന്ത് ചെയ്യുക? ഉറങ്ങുകയാ. സ്തോത്രം. പടയാളികളുടെ നടുവിൽ അവര് ഏറ്റവും അകത്ത മുറിയില്. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ആമേ സ്തോത്രം ഏതു സാഹചര്യത്തിനകത്തും നിന്നെ ജീവിപ്പിക്കുന്ന, നിന്റെ കെട്ടുകളെ പൊട്ടി പുറത്തിറക്കുന്ന, നിന്റെ കൈകളുടെ ബന്ധനത്തെ പൊട്ടിക്കുന്ന, നിന്റെ കാലുകളുടെ ബന്ധനത്തെ പൊട്ടിക്കുന്ന, നിന്റെ ശരീരത്തിന്റെ രോഗാത്മാവിനെ കുടഞ്ഞു കളയുന്ന അസീരികനഘടകമന ശിംശോനെ ദോണ്ട ഫെലിസ്തീൻ എന്ന് പറയുമ്പോൾ അതിന്റെ റകൽക്കവന ആമേൻ ആമേൻ അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യും? അവൻ അതിനെ കുടഞ്ഞു കളയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ അതുന്ന രകൽക്കമന ശത്രു എത്ര വലിയ ഹല്ലേലൂയ കോട്ടയ്ക്കകത്ത് നിന്നെ കൊണ്ടിട്ടാലും അതിന്റെ രകൽക്കമനവ നിനക്കൊരു മറുപടി ലഭിക്കുന്നില്ലെന്ന് വന്നാലോ അസീരികനഘടകമന ആത്മാവിൽ അകത്തളത്തിനകത്ത് നിറവുള്ള ദൈവവൈതലേ ആമേൻ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മ ശക്തിയാണ് നിങ്ങളുടെ അകത്തളത്തിനകത്ത് വ്യാപരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അശ്വസ്യാര ജനഘടകമന അവൻ നിങ്ങളുടെ ഉള്ളിൽ കത്തുമ്പോൾ അവൻ പൗലോസും ശീലാസും എന്ത് ചെയ്തു? അവർ തടവറയിൽ ദൈവത്തെ പാടി ആരാധിച്ചു. സ്തോത്രം. പാടി അവർ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. വേറെ വല്ലതും ചെയ്തോ? അവർ പടയാളികളോട് യുദ്ധത്തിന് പോയോ? മല്ലയുദ്ധം ചെയ്തോ? ഹല്ലേലൂയ. ആമേൻ. വായിക്ക് എതിർവായി പറയാൻ പോയോ? ഒന്നും പറയാൻ പോയില്ല. ഞങ്ങളെ എന്തിനാ പിടിച്ചോണ്ട് പോയതെന്നോ, എന്തിനാ മർദ്ദിക്കുന്നത് എന്നും, എന്തിനാ ഞങ്ങളെ അകത്തുകൊണ്ട് ഇട്ടിരിക്കുന്നതെന്നോ അതിന്റെ രകൽക്കമന. പ്രിയ ദൈവവൈതലേ, നീ സാഹചര്യത്തെ നോക്കി എന്താ കർത്താവേ എന്നും ഇതേ ഉള്ളോ, എന്നും ഇങ്ങനെയുള്ളോ എന്നുള്ള സംസാരം നിർത്തിയിട്ട് പരിശുദ്ധാത്മ പറയുക, നിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ആത്മശക്തിക്ക് അകത്തിരുന്നു കൊണ്ട് നീ ദൈവത്തെ പാടി സ്തുതിച്ച് ആ സോബിജോ എന്ന് പറയുന്ന പ്രിയ സഹോദരിയോട് പരിശുദ്ധാത്മ പറയുക, അതിന്റെ രകൽക്കമന നിന്റെ ബന്ധനം ഉറകാതിരിക്കേണ്ടതിന് നീ ആത്മാവിൽ ആരാധിച്ച് നിന്റെ കെട്ടുകളെ പൊട്ടിച്ച് നീ പുറത്തിറങ്ങുകയാണെങ്കിൽ അവൻ നിന്റെ വഴികൾ അടച്ചു വെച്ച് അവൻ സീല് വെച്ചിരിക്കുന്ന മണ്ഡലമാണെങ്കിലോ പരിശുദ്ധാത്മ ഓർപ്പിക്കുക, അതിന്റെ രകൽക്കമന അവൻ ആ മുദ്രയെ പൊട്ടിച്ച് അമ്മൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിനകത്ത് അതിന്റെ രകൽക്കമന യഥാസ്ഥാനപ്പെടുത്തി അക്ഷക്കല്ല ഇന്ന് വരെ അവൻ നീ ബന്ധിക്കപ്പെട്ടും കണ്ണുനീരൊഴുക്കിയും വേദനിക്കപ്പെട്ടും കിടന്നെങ്കിൽ ഇന്ന് രാത്രി സമയം പരിശുദ്ധാത്മാവ് ആലോചന പറയുക, അതുന്ന രകൽ ഘടകമന ബലബലബ നിന്റെ മുഖഛായ മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. അതിനരകന ഷൈഡാന ഹസി റിഗമന. ദൈവജനം പ്രാർത്ഥനയോടിരിക്കണമേ. എനിക്ക് വചനം പറയാനാ ഇഷ്ടം. പക്ഷേ ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇതിനു വേണ്ടിയിട്ട് ഹല്ലേലൂയ ഹൃദയങ്ങളെ ഒരുക്കേണ്ടതുണ്ട്. സ്തോത്രം. ഞാനും ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഇന്ന് രാത്രി സമയം ഞങ്ങൾ ആമേൻ സ്തോത്രം ദൈവവചനം പറയുവാൻ പോകുന്നു. പക്ഷെ അങ്ങ് ഒരു കാര്യം ചെയ്തു തരണോ, കേൾക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്കവണ്ണോ അതിന് രകൽക്കമന ബലഭ ഓരോ ജീവിതങ്ങൾക്ക് ഒരു വിടുതൽ സംഭവിക്കണോ. നാളുകൾ കൊണ്ട് കാത്തിരിക്കുക, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക, പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞ് ഞരങ്ങുന്ന ജീവിതങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിന് രകൽഘടകമന കാലങ്ങളായി നോക്കിയിരുന്നിട്ട് ഒരു മാറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് ഞരങ്ങിയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പറയുക, അതിനരികതല്ല നിന്റെ
നിന്റെ വഴികളല്ല എന്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. നിന്നെ പണിഞ്ഞെടുക്കുവാൻ അസീതികന ഘടകമന ബലവ ആമേ ചില പന്താവുകളിലൂടെ നിന്നെ കടത്തിവിട്ട് ആമേ നീ ചിന്തിക്കുന്ന ചില വഴികൾ അടയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആമേ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ചിന്തകൾക്ക്, ആമേ ഞാൻ നിന്നെക്കുറിച്ച് കരുതിയിട്ടുള്ള വഴികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് ചെയ്തു തരാം. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് ഇത് പറയുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാം. നമുക്ക് ഇന്ന് രാത്രി സമയത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം 1 തെസ്സലോനിക്ക ലേഖനം ആമേൻ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാം വാക്യം. 1 തെസ്സലോനിയൻസ് 1-2-3 വാക്യം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ഒന്ന് വായിച്ച്, ഹല്ലേലൂയ, എടുത്തവരൊന്ന് വായിച്ച് 1 തെസ്സലോനിയൻസ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസും സിൽവനോസും തിമോഥെയോസും കൂടെ ഹല്ലേലൂയ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ തന്നെയാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്, സ്തോത്രം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും, ആമേൻ, ചില ഗുണങ്ങൾ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്, ആമേൻ, അവരെ ഓർത്ത്, അവരുടെ പ്രവർത്തികളെ ഓർത്ത്, അവരിലുള്ള ഗുണഗണങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ അറിയിക്കുകയും ചെയ്യുന്നത് ഈ ലേഖന ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഒരു വാണിജ്യപരമായിട്ട് സാംസ്കാരികമായിട്ടും ഒക്കെ തെസ്സലോനിക്ക പട്ടണം വളർന്ന ഒരു കാലഘട്ടത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, പൗലോസ് തന്റെ 2-ാം മിഷണറി യാത്രയില് ഇവിടെ എത്തി. ഈ മുഴുവൻ മക്കതോനിയയുടെ മാതാവ് എന്നറിയപ്പെട്ട, സ്തോത്രം, ഹല്ലേലൂയ, തെസ്സലോനിക്ക പട്ടണത്തിനകത്തേക്ക് ഏകദേശം 2 ലക്ഷം ജനങ്ങളായിരുന്നു അവിടെ ഈ തെസ്സലോനിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷ, അവരിങ്ങനെ യാത്ര ചെയ്യും, സിനഗോഗുകളിൽ ചെന്ന് ദൈവവചനം പ്രസംഗിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴ് തെസ്സലോനിക്കയിൽ ചെന്ന് ശുശ്രൂഷ ചെയ്ത സമയത്ത് യഹൂദന്മാരെല്ലാം കൂടെ ജനത്തെ ഇളക്കി. ആമേൻ. സ്തോത്രം. അവിടെ ഒരു വലിയ കലഹമുണ്ടാക്കി. അപ്പൊ പൗലോസ് എങ്ങോട്ട് പോയിക്കുന്നറിയാമോ? ബെറോവയ്ക്ക് പോയി. ബെറോവയിൽ ചെന്നപ്പോ അവിടെയും യഹൂദന്മാർ കലഹമുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. മെനക്കെട്ട് നിൽക്കുന്ന പലരെയും അവിടെയൊക്കെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്ന് ഹല്ലേലൂയ ശീലാസിനെയും തിമോഥെയോസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പൗലോസ് അഥേനയിലേക്ക് യാത്രയാകും. അഥേനയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? തിമോഥെയോസിനെ തെസ്സലോനിക്കയിലേക്കും ശീലാസിനെ ഫിലിപ്പയിലേക്കും ഒക്കെ പറഞ്ഞയച്ചിട്ട് പൗലോസ് കൊരിന്തിലേക്ക് യാത്രയാകും. തിമോഥെയോസ് ആണെങ്കിൽ കൊരിന്തിൽ മടങ്ങിയെത്തി തെസ്സലോനിക്കരുടെയുള്ള സന്തോഷ വർത്തമാനങ്ങൾ ആരെ അറിയിച്ചു? അപ്പോസ്തലനായ പൗലോസിനെ അറിയിച്ചു. അപ്പോൾ എഴുതപ്പെട്ടതാണ് 1 തെസ്സലോനിക്ക ലേഖനം. ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു യുഗാന്ത്യ ശാസ്ത്ര അവലോകന ലേഖനമെന്നൊക്കെ ഇതിനെ തിയോളജിയൻസ് വിശേഷിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭയുടെ
ആ സഭ ആരംഭിച്ച സമയത്ത് ഈ ജനത്തോടു കൂടെ ഇടപെട്ട സമയങ്ങൾ, സന്തോഷകരമായ ഓർമ്മകളൊക്കെ പൗലോസ് ഓർത്തിട്ട് തെസ്സലോനിക്ക സഭയിലെ ദൈവജനത്തിന്റെ വിശ്വാസം, അവരുടെ പ്രത്യാശ, കഷ്ടതയിലെ സ്ഥിരത എന്നിവ എന്ത് ചെയ്യുക, അവരെ അഭിനന്ദിക്കുന്നു, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കിപ്പോ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് എനിക്ക് അധികം അറിയുന്ന ആരെയും അങ്ങനെ ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ ജീവിത കാലഘട്ടം എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ആമേൻ, സ്തോത്രം. പക്ഷേ ആ ജീവിത കാലഘട്ടത്തിനകത്ത് ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലൊക്കെ വളരെ കുറച്ചു കാലം ആമേൻ സിനഗോഗുകളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള, ഹല്ലേലൂയ. അതിനുശേഷം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സ്തോത്രം. ഒരു സമയത്ത് ഞാനിത് ദൈവവചനം സംസാരിച്ചപ്പോൾ ഏതോ ഒരു ലൈവ് മീറ്റിംഗില് ആമേൻ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസിനൊക്കെ സ്പോൺസേഴ്സ് ആരുമില്ലായിരുന്നു, സംഘടനകളുടെ കീഴിലല്ലായിരുന്നു. സ്തോത്രം, ആമേൻ. ഞാൻ സംഘടനകളെ എതിർത്ത് പറയുകയോ സ്പോൺസേഴ്സിനെ എതിർത്ത് പറയുകയോ അങ്ങനെ ഒന്നുമല്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതനുസരിച്ച് സകലവും ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ അപ്പോസ്തലനായ പൗലോസിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജീവന്റെ വചനം സകലരുടെ അടുക്കലേക്കും എത്തണം. എല്ലാ മാനവരാശിയും ആമേൻ ക്രിസ്തു ഹല്ലേലൂയ തന്റെ ജഡത്തിൽ ചെയ്തതിന്റെ ബാക്കിയെല്ലാം തന്റെ ശരീരത്തിൽ കൂടെ പൂരിപ്പിച്ചെടുക്കണമെന്നുള്ള അമിത വാഞ്ചയ്ക്കുടമയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? യേശു ക്രിസ്തു തന്റെ ജഡത്തിൽ നടന്ന സമയത്ത് ഹല്ലേലൂയ ചെയ്തതിന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സകല ഇടത്തേക്കും ഈ സദ്വർത്തമാനം ഹല്ലേലൂയ പോഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തു? തന്റെ ജഡത്തിൽ ആ കഷ്ടതകളിൽ അങ്ങ് പൂരിപ്പിക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കടലിലെ ആപത്ത്, അല്ലെ നാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, ക്ഷീണം, പൈതാകം, ആമേൻ സ്തോത്രം, നഗ്നത, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇതിലെല്ലാം കടന്നുപോയിട്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇവയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിവിക്കുന്നത് ആര്? ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, സ്തോത്രം. കഷ്ടതയുടെ നടുവിലും ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ നമ്മളെ കുറിച്ചുള്ള ദൈവിക നിയോഗവും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിനകത്ത് ഏകാഗ്രതയോടെ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ വിശ്വസ്തയോടെ മുന്നോട്ട് പോകേണ്ടത് എത്രമാത്രം ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടോ, ഇങ്ങനെ ഹല്ലേലൂയ പലരും പിടിച്ചിങ്ങനെ താഴ്ത്താൻ ഇങ്ങനെ ആമേൻ സ്തോത്രം അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് ഇരുത്താൻ ആൾക്കാരില്ലാത്തത് കൊണ്ടും ഒക്കെ എന്ത് ചെയ്തു? സ്തോത്രം ഹല്ലേലൂയ ഓടി നടന്ന് തന്റെ ശുശ്രൂഷ പരമാർത്ഥതയോടെ നിർവഹിപ്പാൻ അപ്പോസ്തലനായ പൗലോസിനിടയായിട്ട്. അന്ന് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വേലയ്ക്കിറങ്ങി വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഒരിടത്ത് പ്രശ്നമുണ്ടാകുന്നത് ഈ സുവിശേഷം നിമിത്തം എന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്താ? നിന്റെ കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് അടുത്ത ഇടത്തേക്ക് പോയിക്കൊള്ളണോ? ഇവിടെ സ്പോൺസേഴ്സിനെ താങ്ങിയോ, കൂടെ ഉള്ളവരെ താങ്ങിയോ, മറ്റുള്ളവരുടെ ആലോചന കേട്ടോ നമ്മൾ നിൽക്കുവാനല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണതയോടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടൂ. അല്ല എങ്കിൽ പലതിനകത്തും കെട്ടപ്പെട്ടവരായി കുടുക്കിനകത്തും കിടങ്ങൻ കെട്ടിനകത്തുമൊക്കെ വീണ് കിടക്കുന്ന അനവധി ദൈവദാസന്മാരെ ഞാൻ
കണ്ടിട്ടുണ്ട്, ദൈവദാസിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുന്ന രകൽക്കമന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ വചന പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായരായി പോയിട്ടുള്ള അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാ. ആമേൻ സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാകട്ടോ. ദൈവം നമ്മളോട് പറയുന്നതിനനുസരിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അല്ലെങ്കിൽ ശത്രു പലപ്പോഴും ആമേ ആമേ കുടുക്കുകൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയാ. ഇതിനെ ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ സ്തോത്രം, കർത്താവിന്റെ സഭയൊക്കെ എന്നേ ആമേ വിശാലമായി പോയേനല്ലേ ദൈവം. ആമേ സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് ഹല്ലേലൂയ ഇവിടെ നിർത്തുകയാ. കാര്യം എനിക്ക് ഈ സുവിശേഷീകരണത്തെ കുറിച്ച് വളരെ ഭാരം എന്റെ ജീവിതത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അനേകർ ക്രിസ്തുവിനെ അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാരതം സുവിശേഷീകരിക്കുവാനുള്ള അനവധി ഭൗതിക നന്മകൾ ഹല്ലേലൂയ പല കരങ്ങളിലൂടെ ഒഴുകപ്പെട്ട് പലയിടങ്ങളിലേക്ക് ചോർത്തപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി നമ്മളെ കൊണ്ട് എന്തിന് കഴിയും? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സോണി സിസ്റ്റർ ഹല്ലേലൂയ. മോനി ബാബു സിസ്റ്റർ ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് വല്ലതും കഴിയുമോ? നമ്മളെ കൊണ്ടേ കഴിയൂ. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടേ കഴിയൂ. സ്തോത്രം. ഈ കാലഘട്ടത്തിനകത്ത് ദൈവിക നിയോഗം ഏറ്റെടുത്ത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ. ആമേ സ്തോത്രം. പഴയ നിയമ ആമേ സ്തോത്രം. ഈ ആമേ പഴയ നിയമ കാലഘട്ടത്തില് സഭ ആമേ സ്തോത്രം യെരൂശലേം സഭ സ്കാറ്റേഡ് ആയി കഴിഞ്ഞപ്പോൾ, ചിതറിക്കഴിഞ്ഞപ്പോഴൊക്കെ ഹല്ലേലൂയ 10 യഹൂദ പുരുഷന്മാർ കൂട്ടം കൂടിയിട്ട് അവരൊരു സിനഗോഗ് അങ്ങ് സ്ഥാപിക്കുമായിരുന്നു. എത്ര പേരാ? 10 യഹൂദ പുരുഷന്മാര്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മൾ തൊട്ടു മുന്നിലുള്ള ഫിലിപ്പി ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ തുയിതൈരക്കാരത്തി രക്താംബരം വിൽക്കുന്ന ലുദിയ എന്നൊരുവൾ എവിടെയിരുന്നു? സ്തോത്രം. നദിക്കരയിലിരുന്നു. ആമേ സ്തോത്രം. അദിന രഗന. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? അൽക്കമന ഘടകനക ഭക്തിയോടെ നദിക്കരയിൽ ആവലോടിരിക്കുന്ന അടുത്തേക്ക് ആമേൻ പൗലോസ് അപ്പോസ്തലൻ കടന്നു ചെല്ലുകയാ. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ചരിത്രങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ആമേൻ യഹൂദ പുരുഷന്മാരെ അല്ല, ഹല്ലേലൂയ ആമേൻ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അല്ല, അതിനെയെല്ലാം മാറ്റിമറിച്ചിട്ട് അഭിഷേകത്തിന്റെ ശക്തി എന്നിലും നിങ്ങളിലും തന്നിട്ട് പറയുക, ഇടകച്ചുന രികതൽക്കമന, ഒന്ന് എഴുന്നേൽക്ക്, ഇരിക്കുന്ന ഇടത്തൊന്ന് എഴുന്നേൽക്ക്. അസീർഘനഘടകമന, ആത്മാവിലൊന്ന് ചിന്തിക്ക്, ആത്മാവിലൊന്ന് ആരാധിക്ക്. അത്ഭുതങ്ങളെ നിങ്ങൾ കാണാൻ പോകുക. ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നിട്ട് അസാധാരണ ദൈവപ്രവൃത്തി ആ പട്ടണത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ കൂടെ ചില ചരിത്രങ്ങളെ ആമേൻ ദൈവത്തിന് എഴുതുവാനുണ്ട്. അധുന റകൽ ഘടകമന ബലവ അസീർഘന ഘടകമന. ചില ജീവിതങ്ങളുടെ രൂപാന്തരത്തിന്, ചില ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിന്, ചില പട്ടണങ്ങൾ അവകാശമാക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. അൽക്കംതര രികതൽക്കമന. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ജോളി ബേബി ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ രഗൽ ഘടകന അർജുന രികതൽക്കമന അടകക്ഷസ്യ അരകന ഘടകമന. ചിന്തകൾക്കകത്ത് ഭാരപ്പെട്ട് കുടുങ്ങിക്കിടക്കാനല്ല, ആത്മാവിൽ എഴുന്നേൽക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. അതിന്റെ രഗൽ ഘടകനഗസ്തി രികതം ജഗന ഘടകമന. നിന്റെ അര മുറുക്കിക്കൊള്ളുക, നിന്റെ കോട്ട കാത്തുകൊള്ളുക. ഈ ദിവസങ്ങളിൽ അടകരഗസ്തി രികന കരകതൽക്കമന ആമേൻ വെറും ശൂന്യതയോടൊക്കെ ഇരിക്കുവാനല്ല, ദൈവം തന്നിരിക്കുന്ന പ്രാപ്തിക്കൊത്തവണ്ണം നന്മയ്ക്കൊത്തവണ്ണം ആത്മാവിൽ ജാഗരിക്കേണ്ടതിന് ആമേ പ്രിയ മാതാവേ എഴുന്നേറ്റുള്ള ദൈവാത്മാവ് ദൂത് പറയുക. തലമുറകളോട് കൈമാറ്റം ചെയ്യേണ്ടത് പലതുണ്ട്. അത് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തലമുറകളെ കൂടെ അതിന്റെ റകൽ ഘടകമന വലഭ പിടിച്ചിറക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ അതിന്റെ റകൽക്കമന നിന്റെ നാവുകളെ ചലിപ്പിക്കണമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ജീവന ഹസിരികന. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, അമ്മേ, ദൈവിക ദർശനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, സ്തോത്രം, ഇത് പലതും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന്, ശുശ്രൂഷയുടെ ആമേൻ ആധികാരികതയിൽ നിന്ന്, ആമേൻ അഭിഷിക്തന്മാർ പലരും വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, സ്തോത്രം, സഹോദരിമാരെ, അധുനരകൽക്കമന ജീവനബലവ ഭവനത്തിനകത്ത് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, തലമുറകളിൽ ഈ ജീവൻ വ്യാപരിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് പുറത്തു വരട്ടെ. ഈ കാലഘട്ടത്തിനകത്ത് അവർ എഴുന്നേറ്റ് പുറത്തു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.
ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇവരെ അഭിനന്ദിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓർക്കുന്നത് എന്താ? സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല. സ്തോത്രം. യുവർ വർക്ക് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലേബർ ഓഫ് ലവ് and steadfastness of hope in our Lord Jesus Christ, in the presence of our God and Father. സ്തോത്രം. ആമേൻ. നമ്മളിലൊക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിന്റെ വേല. ഇച്ചിരി കഴിയുമ്പോൾ സിജി സിസ്റ്ററെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയട്ടെ. എന്റെ മാതാവ് കർത്താവിന് വേണ്ടി ആമേൻ അത്യധികം അധ്വാനിക്കുന്ന ഒരു മാതാവായി. എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് സ്തോത്രം ശുശ്രൂഷയിൽ നിൽക്കുന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്റെ അമ്മയുടെ നിലവിളിയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വേല നമ്മളിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരേണ്ടത് എന്തിന്റെ വേലയാ? സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വേല. എന്റെ സഹോദരിമാരെ, ദൈവാത്മാവ് എനിക്ക് തരുന്ന ദൂത് ഞാൻ നിങ്ങളോട് പറയും. ഒരു മാറ്റവുമില്ല. സ്തോത്രം. അതുപോലെ പരിശുദ്ധാത്മ നിറവോടെയാണ് ഞാൻ നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. പക്ഷേ സ്തോത്രം, വെറും ഇളക്കപ്പെരുപ്പം മാത്രമാകരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഭയങ്കര ഇലയുണ്ട്, യജമാനൻ വന്ന് നോക്കുമ്പോ ഫലമില്ല. മനസ്സിലാകുന്നു? ഇലയുണ്ട്, ഫലമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഇല കുറച്ച് മതി, ഫലം കൂടുതലാകട്ടെ. ചിര ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ, കർത്താവേ, എനിക്ക് ഇച്ചിരി ഇല കുറച്ച് മതി, എനിക്ക് ഇച്ചിരി വർത്തമാനമൊക്കെ കുറച്ച് മതി, പക്ഷെ എന്നിൽ കൂടെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ പ്രവൃത്തി. എന്നെ കുത്തുന്ന ഒരു പെനിനെ ഉണ്ട്, അതിനെ രകൽഘടകമന. നിനക്ക് തലമുറയില്ലെന്ന് പറഞ്ഞ് അതിനെ രകൽക്കമന മച്ചി എന്ന് വിളിച്ച് പറഞ്ഞ് അതിനെ രികതൽക്കമന. നിന്നെ കുത്തുന്ന ഒരു പെനിനയ്ക്ക് മുന്നില് അവൻ വാക്കുകൊണ്ട് നിൽക്കരുത്, മൗനമായി ഇരുന്നോണം. അതിനെ രകൽക്കമന. എന്നിട്ട് ദേവാലയത്തിലേക്ക് വർഷത്തിൽ ഒരിക്കൽ അന്ന് അവർ പോയിക്കൊണ്ടിരുന്നത് വർഷാന്തര യാഗം കഴിക്കാനാ ചെന്നത്. പക്ഷേ അതിന്റെ രകൽക്കമന, അവളുടെ വേദന, അവൾക്ക് മക്കളില്ലാത്തതിന്റെ വേദന, മച്ചി എന്നുള്ള ലേബല്, ഈ ലേബല് നിമിത്തം എന്ത് ചെയ്തു? അവിടെ വിശ്വാസം വർദ്ധിച്ചിട്ട് അവൾ ആലയത്തിലേക്ക് ചെന്ന് അവിടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാ. ആമേൻ. മറുപടി എന്താ? ആമേൻ. മറുപടി എന്താ? അതിന്റെ രകൽക്കമന. വിശ്വാസത്തിന്റെ വേല നിങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അസീരികനഘടകമന. അന്ന ദൈവാലയത്തിലേക്ക് ചെന്ന് നിലവിളിച്ചിട്ട് പറഞ്ഞ്, എനിക്കൊരു മകനെ തരണം. ആമേൻ. തന്നതിനെ എന്താ ചെയ്തത്? ഹല്ലേലൂയ. വീട്ടിനകത്ത് കൂട്ടിനകത്തിട്ട് വളർത്തിയോ? ഇല്ല. സ്തോത്രം. കൂട്ടിനകത്തിട്ടോ? അൽക്കമനകത്തിന. എവിടെ കൊണ്ടുകൊടുത്തു? ദേവാലയത്തിലേക്ക് തന്നെ കൊണ്ടുകൊടുത്തു. ആമേൻ. ജീവനബലവ. ആമേൻ. സ്തോത്രം. ആമേൻ. കണ്ണിന്റെ കാഴ്ച മങ്ങിയ ആമേൻ അവിടെ ആമേൻ ഏലി പുരോഹിതൻ ഉള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച മങ്ങിയ ഏലി പുരോഹിതന്റെ നടുവിൽ ദൈവശബ്ദം നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ നടുവിൽ വിശ്വാസത്തിന്റെ ഒരു വേല ചെയ്ത ഹന്നയുടെ തലമുറ. ആമേൻ. ആമേൻ. ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി, ന്യായാധിപനായി, ഉദരഘടകമന പുരോഹിതനായി, അസീരികന മോശ കഴിഞ്ഞാൽ അതിന്റെ രകൽക്കമന അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷ നിർവഹിക്കുന്ന അതിന്റെ രകൽക്കമന ഏറ്റവും ആമേൻ ഹല്ലേലൂയ ആദരണീയനായ ഒരു ശമൂവേൽ പ്രവാചകൻ പുറത്തു വന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, അൽക്കമന ഘടകനക്ഷസ്യ ചില വിശ്വാസത്തിന്റെ വേല നിന്നിൽ നിന്ന് രാത്രി സമയം പുറത്തു വരികയാണെങ്കിൽ നിന്നെ കുറിച്ച് നാളെ ലോകം പറയും അതിന്റെ രകൽഘടകമന. ആമേൻ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. നമ്മുടെ മറിയ, യേശു കർത്താവിന്റെ അമ്മ മറിയ. സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ വന്ന് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്നു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവളിൽ വിശ്വാസത്തിന്റെ ഒരു ആമേൻ സ്തോത്രം പ്രവൃത്തി തുടങ്ങി. എന്താ പറഞ്ഞേ? സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് ചോദിക്കുകയാണ്,
ദൂതൻ എന്ത് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നീ ഗർഭിണിയാകും, പരിശുദ്ധാത്മാവിനാൽ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഇങ്ങനെ പല കാര്യങ്ങളും. ആമേൻ. സ്തോത്രം. ആര് പറയാൻ തുടങ്ങി? സ്തോത്രം. ദൂതൻ മറിയോട് പറയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. മറിയ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ട് പറയാ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പറ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്തോട്ട് നോക്കി പറ. ആമേൻ. എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ അൽക്കമനകത്തിനെ നിവർത്തിച്ചു തരുവാൻ, എന്റെ തലമുറയുടെ മേലുള്ള വിടുതല് ആമേൻ സ്തോത്രം നടത്തി തരുവാൻ എന്റെ കർത്താവിന് കഴിയും. എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആമേൻ. ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. അൽക്കമന ഘടകമന ഷൈഡാനക അരിക ദിന അരികൽക്കമന ഏറ്റെടുത്ത മറിയയ്ക്ക് വേണ്ടി. സ്തോത്രം. ഇനി ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേ. നമുക്കൊക്കെ ദൂത് കേട്ടത് എങ്ങനാ? ഞാനിപ്പോ ഒരാളുടെ അടുത്ത് ദൂത് പറഞ്ഞു. സ്തോത്രം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ബാഹ്യതലത്തിൽ പ്രത്യക്ഷമാവോ? ഇല്ല. പക്ഷേ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് ബാഹ്യതലത്തിൽ എന്താവും? പ്രകടമാകുന്നത് അല്ലേ? ഹല്ലേലൂയ. ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ, സ്തോത്രം, പ്രഗ്നന്റ് ആകുക എന്ന് പറഞ്ഞാൽ വയറ് വീർത്തു വരും, കുഞ്ഞുണ്ടാകും, ഇതെല്ലാരും കാണും. നമ്മളെല്ലാം അമ്മമാരല്ലേ. നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയാ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒന്ന് വായൊക്കെ ഒന്ന് ചലിപ്പിക്ക്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ദൈവസന്നിധിയിൽ ഇരിക്കുകയല്ലേ, ഒന്ന് പറ. നമുക്ക് സഹിക്കാനും നോക്കത്തില്ല. ലേവ്യ ലേവ്യ നിയമം എന്താ? സ്തോത്രം. സുശക്തമായ ഒരു നിയമവ്യവസ്ഥ ആർക്കാ? ലേവ്യർക്കുള്ളത്. എന്താ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ശക്തമായ നിയമവ്യവസ്ഥ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവൾ ഇതൊന്നും ഓർത്തില്ല. മാതാപിതാക്കളുടെ അപമാനത്തെ കുറിച്ച് ചിന്തിച്ചില്ല. സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അയ്യോ, നമ്മുടെ പെന്തക്കോസ്ത് സഭകളാണെങ്കിൽ സ്തോത്രം പിന്നെ പറയേം വേണ്ട. ആമേൻ. ഇന്നൊക്കെ ഒരുപാട് മ്ലേച്ഛതകൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ചിന്തിക്കണം. എന്റെ കുടുംബത്തിനകത്ത് അത് അനുവദിക്കരുത്. എന്റെ തലമുറകളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കരുത്. അതിന്റെ ഉത്തരവാദിത്വം എനിക്കാ. ഞാൻ അതിന് കോട്ട കെട്ടണം. എന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ മലിനതകളിൽ നിന്ന് വിടുവിക്കുവാൻ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മൂല്യം ഇട്ട് കൊടുക്കുവാൻ എനിക്ക് കഴിയണം. ഇവിടെ ഹല്ലേലൂയ കന്യകയായി വിശുദ്ധയായി ജീവിച്ച മറിയയോട് വന്നിത് പറയുമ്പോൾ മറിയയ്ക്ക് ഒരിക്കലും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണ്, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ മറിയ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ളതല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത്യുന്നത ദൈവം എന്താ ചെയ്തത്? മറിയയെ സ്തോത്രം സംരക്ഷിക്കുവാനുള്ള കടമ ആർക്കുണ്ട്? വാഗ്ദത്തം ചെയ്ത ദൈവത്തിനുണ്ട്. ഒരു നിയോഗം നിന്റെ മേൽ ഭരമേൽപ്പിച്ചെങ്കിൽ നിന്നിൽ കൂടെ ഒരു വിശ്വാസത്തിന്റെ വേലയ്ക്ക്, വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് നീ ചുവടുകളെ മുന്നോട്ട് വെക്കുന്നു എങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച്, നിയോഗം തന്നവനിൽ ആശ്രയിച്ച്, അതിന്റെ രഗതൽക്കമന ദൈവത്തിൽ ഒരു കാര്യവും അസാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് നീ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആമേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ആമേ സ്തോത്രം. യോസഫിനോട് ചെന്ന് പറയുക, മത്തായി സുവിശേഷം 1:20 ആമേൻ യോസഫ് നീതിമാനാകൊണ്ട് ഹല്ലേലൂയ അവന് ആമേൻ ഈ മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ യോസഫ് നീതിമാനാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവന് ആമേൻ സ്തോത്രം ഒരു മാന്യതയുണ്ട്. എന്നാൽ അടകമനകചുര ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി യോസഫിനോട് പറയുക, ആമേൻ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ. ഹല്ലേലൂയ. നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ആമേൻ പ്രിയ ദൈവവൈതലേ, ആമേൻ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ദൈവം നിനക്ക് വേണ്ടി ദൂതനെ അയച്ചു പ്രവർത്തി
പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രതികൂലമായിട്ട് ആര് നിൽക്കും? അടകനഗക്ഷസ്യ, അവൻ ഇരുട്ടിന്റെ നിക്ഷേപങ്ങളെ ആമേൻ ആമേൻ ദിഗമന ഘടകന ആമേൻ മറഞ്ഞു കിടക്കുന്ന ഗുപ്ത നിധികളെ നിന്റെ ജീവിതത്തിനകത്തേക്ക് ആമേൻ നൽകി തരുമെന്ന് വാഗ്ദത്തമാ. ദൈവവചന പ്രമാണ പ്രകാരം നിൽക്കുന്ന ദൈവവൈതലെ, നീ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ അത്യുന്നത ദൈവം നിന്നെ നടത്തും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ആമേ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി യോസഫിനോട് പറയുക, സ്തോത്രം, ചെന്നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഞാൻ ഇത് പറയുമ്പോൾ ഒരു അനുഭവം, ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം ഞാൻ പറയാം. ആമേ, സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ ഹസ്ബൻഡ്, സ്തോത്രം, അമ്മ മർത്തോമേൽ അച്ഛനാകുമ്പോഴത്തും വിശ്വാസത്തിൽ വന്ന് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാറിൽ നിന്ന് BTH BD ഒക്കെ കഴിഞ്ഞ്, സ്തോത്രം, ഞങ്ങൾ ഗോവ, ആൻഡമാൻസ് ഇങ്ങനെ പലയിടങ്ങളിൽ കർത്താവിന്റെ വേലയായിരുന്നു. സ്തോത്രം. 2004 ആൻഡമാൻസിലെ സുനാമിയുടെ സമയത്തുണ്ടായിരുന്നു. സ്തോത്രം. 2008 ഞങ്ങളെ കളമശ്ശേരി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് കളമശ്ശേരിയില് ഒരു സെമിനാരിയിൽ അധ്യാപകനും ഡീനും, അമ്മേൻ, സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹം PhD ഒക്കെ ചെയ്യുന്ന സമയം. ഒപ്പം തന്നെ ശക്തനായ ശുശ്രൂഷകൻ, 21ാം നൂറ്റാണ്ടിൽ ഏലിയാവെന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ശക്തനായ ഒരു പ്രവാചകന്റെ ശുശ്രൂഷകനുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം PhD ചെയ്യുന്നു. ഒരു സെമിനാരിയിലെ ഡീനും അധ്യാപകനും, അങ്കമാലി ടൗൺ ചർച്ചിലെ പാസ്റ്റർ, ഹല്ലേലൂയ, ഇഷ്ടംപോലെ ശുശ്രൂഷ, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമയം. ആ സമയത്താണ് കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേരുന്നത്. 2008 ജനുവരി 5. അത് കഴിഞ്ഞിന്ന്, സ്തോത്രം, 17 വർഷത്തോളം ആകുന്നു ദേവദാസൻ നിത്യതയിൽ ചേർന്നിട്ട്. ആമേൻ. അന്ന് എന്റെ മോൾക്ക് 5 വയസ്സ്. ആമേൻ. മോന് 9 മാസം. ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് കളമശ്ശേരിയിൽ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. ആമേൻ. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. സ്തോത്രം. ആ ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ, ആമേൻ, സ്തോത്രം, നമ്മൾ ഇറങ്ങി കൊടുക്കണമല്ലോ. ഹല്ലേലൂയ. ആമേൻ. സംഘടനകൾക്ക് ആരും പിടിച്ചൊന്നും നിർത്തിയില്ല. സ്തോത്രം. തുച്ഛമായ ചില പൈസയൊക്കെ തന്ന് നമ്മളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. കൃപയാൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും രണ്ടിടത്തോട്ടും നിങ്ങൾ ചെല്ലാൻ 2 വീട്ടിനും പറഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അതിനെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഞാൻ കൊല്ലത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിലോട്ടാ എത്തപ്പെടുന്നത്, 2 കുഞ്ഞുങ്ങളുമായിട്ട്, 5 വയസ്സും 1 വയസ്സ് പോലും തികയാത്ത എന്റെ മോനുമായിട്ട്. ആമേൻ. ഞാൻ ഈ കൊല്ലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്, ആമേൻ, സ്തോത്രം, ഏകദേശം 17 വർഷത്തോളം ആകുന്നു. ആമേൻ. ഇന്ന് ഞാൻ നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇന്ന് വരെ എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഞാൻ 3-4 ജോലി ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയത്. ഓൾഡ് ഏജ് ഹോമിൽ താമസിച്ചു, കമ്പ്യൂട്ടർ TTC പഠിച്ചു. ഞാനും തിയോളജിയെ പഠിച്ചത്. സ്തോത്രം. ദൈവവചന പഠിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് കമ്പ്യൂട്ടർ TTC പഠിച്ചു. ഒരു ഓഫീസിൽ ജോലി ചെയ്തു. അത് പോരാഞ്ഞിട്ട്, ആമേൻ, സ്തോത്രം, ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് മാറി ഒരു ചെറിയ വീടൊക്കെ എടുത്ത് 2 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുമ്പോൾ, ആമേൻ, പലരുടെയും സഹായം വരുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരു 5000 രൂപ തന്നാലോ 1000 രൂപ തന്നാലോ നമുക്ക് എന്തിനുണ്ട്? ഒന്നിനുമില്ല. സ്തോത്രം. ഞാൻ ഈ ഓഫീസിലെ ജോലിക്കൊപ്പം ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടും, ആമേൻ, സ്തോത്രം, ഇവിടുത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടും ഒക്കെ ഒരു ഗവൺമെന്റ് ഓഫീസിലെ ജോലിയൊക്കെ ചെയ്തു. 2-3 ജോലിയൊക്കെ ചെയ്ത്, സ്തോത്രം, ഞാനിങ്ങനെ, ഹല്ലേലൂയ, ആമേൻ, അധ്വാനം ചെയ്ത ദിവസങ്ങളുണ്ട്. പക്ഷേ ശക്തമായ ശുശ്രൂഷയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആമേൻ. അച്ഛൻ മരിച്ചപ്പോ എനിക്കൊരു ലേബൽ കിട്ടി, യു ആർ എ യങ് വിഡോ. സ്തോത്രം, ഹല്ലേലൂയ. പലയിടത്തു നിന്നും തള്ളി മാറ്റപ്പെട്ടു, സംഘടനകൾ മറന്നു, ലോകം മറന്നു. ഹല്ലേലൂയ. പക്ഷേ എന്നിലുള്ള അഭിഷേകത്തിന് മാറ്റം ഉണ്ടാവും. ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന്. പിന്നെ എനിക്ക് അങ്ങോട്ട്, സ്തോത്രം, ഈ 3-4 ജോലിയും കുഞ്ഞുങ്ങളും ശാരീരിക എന്നും അസുഖം. അച്ഛൻ പോയതൊന്നും അങ്ങോട്ട് മനസ്സിനും ശരീരത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചെറിയ പ്രായം. ഹല്ലേലൂയ. ജീവിതത്തിൽ സ്വന്തമായി ചെയ്ത് വലിയ കഴിവുകളോ അറിവുകളോ ഒന്നുമില്ലാതിരിക്കുന്ന അനുഭവം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സ്തോത്രം. പക്ഷേ എന്നിൽ വ്യാപരിച്ച ആത്മശക്തി ഉണ്ടല്ലോ, അതെന്നെ പരാജയപ്പെടുത്തുന്നതായിരുന്നില്ല. എനിക്ക് ജ്ഞാനം തരുന്ന, വിവേകം തരുന്ന, തക്ക കാലത്ത് ഫലം കായ്ക്കാൻ എന്റെ കഷ്ടതയുടെ നടുവിലും സൗരഭ്യം പുറത്തു വരുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ ഞാൻ ഈ 16 ഈ വർഷം ഈ കൊല്ലത്ത് തന്നെയാ
8 9 വീട് മാറി മാറി താമസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ലൊക്കേഷൻ വിട്ടെങ്ങും പോട്ടെ. കാരണം നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വചനമൊക്കെ എടുത്ത് നടന്നിട്ട് നമ്മളിൽ മൂല്യമില്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തിനാ കൊള്ളാം? ഞാനിങ്ങനെ KP യോഹന്നാന്റെ സെമിനാരിയിലൊക്കെ പഠിക്കാൻ പോയ സമയത്തൊക്കെ ഇരുന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. യേശുപ്പച്ച, രാവിലെയും രാത്രിയിലും അർദ്ധരാത്രിയിലൊക്കെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഈ വചനത്തിന് അങ്ങേക്ക് സ്തോത്രം. വേദന വരുത്തുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് അപമാനം വരുത്തുന്നത് എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ നിത്യതയിൽ ചേർത്തോണം. അന്നും ഇന്നും ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. അമ്മേ, നമ്മുടെ രഹസ്യ ജീവിതവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴമാണ് ഹല്ലേലൂയ നമ്മളിൽ കൂടെ വെളിപ്പെടേണ്ടത്. ആമേൻ, സ്തോത്രം. ആമേൻ. അപവാദി പോലും നമ്മളെ കുറിച്ച് അപവാദം പറയും, അത് പറഞ്ഞോട്ടെ, പക്ഷേ നമ്മുടെ രഹസ്യ ജീവിതവും നമ്മുടെ ഹൃദയവും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ എന്ത് ചെയ്തോട്ടെ, ആമേൻ, എന്തെല്ലാം പറഞ്ഞോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇത് മാറോട് ചേർത്തിട്ട് നമ്മുടെ കണ്ണുനീർ തുള്ളികൾ അതിനകത്ത് വീഴുമ്പോൾ ഇറങ്ങിത്തിരിച്ച നാളുകളിലെ ആ ഒരു പരിശുദ്ധി ഉണ്ടല്ലേ, ഒരു പ്യൂരിറ്റി ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടോ എന്നൊന്ന് ചോദന. ആമേൻ. രികമന അജന ഘടകമന. പക്ഷേ എന്റെ ജീവിതത്തിനകത്ത് ഈ വചനം, ഈ ആമേൻ ബൈബിളും ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും ഉള്ളിടത്തോളം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിടിച്ചിരുത്തിട്ട് പറയും, നമ്മൾ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിൽ കൂടെ വിശ്വാസത്തിന്റെ വേല പുറത്തു വരണം. ആമേൻ. ഞാൻ അതിനു മുമ്പേ ഇന്ന് നടന്ന ഒരു കാര്യം പറയാം. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി, നിങ്ങൾക്ക് അറിയാം. ആമേൻ, സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞു, മോൾ ഉക്രൈനിൽ പോയ കാര്യം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അതിനുശേഷം ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ദുബായില് അവള് മെഡിസിൻ 2nd ഇയർ പൂർത്തിയായി. ആമേൻ. ഇപ്പോൾ അവധിക്ക് വന്നിട്ടുണ്ട്. അവൾ അതിന്റെ കൂടെ പാട്ട് പാടിയത് മോളാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴ് കുഞ്ഞിനെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യണം. സ്തോത്രം. കാരണം UAE-ലാണല്ലോ ഇപ്പൊ പഠിക്കുന്നത്. അനുമോട് സർട്ടിഫിക്കറ്റ് 10th-ന്റെയും CBSE-യുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് നാട്ടിലാണുള്ളത്. സ്തോത്രം. അപ്പോഴത് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പലരെയും നോക്കിയിട്ട്, സ്തോത്രം, ഒത്തിരി പ്രയാസം. ഡൽഹിയിലൊക്കെ പോയി, പിന്നെ UAE കോൺസുലേറ്റിൽ കുറെ സംഭവങ്ങളുണ്ട്. ഞാൻ അന്നേരം ഇങ്ങനെ ഇരുന്ന ആമേൻ, സ്തോത്രം, ചിന്തിച്ചപ്പോൾ അനുമോടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, സ്തോത്രം, അവിടെ ഒരു ഏജന്റ് ഉണ്ട്. ഏജന്റുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് 1150 ദിർഹം കൊടുക്കാം. എത്രയാ? 1150 ദിർഹം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മാസം വാടക കൊടുക്കാനും ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും. മോൻ +2-ന് പഠിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം ചെയ്തത് നിങ്ങൾക്ക് കേൾക്കണം. ഞാൻ എവിടെയോ ഒരു മീറ്റിങ്ങില് ശുശ്രൂഷ ചെയ്തതിന് ശേഷം ഒരു സഹോദരി എന്നെ വിളിച്ചു. സ്തോത്രം. എന്നോട് പറഞ്ഞു, റാണി സിസ്റ്ററെ, സ്തോത്രം, ഇത് പറയാനുള്ള കാരണം, അനുമോള് പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചുകാരാണ് ബെഡ് സ്പേസിനുള്ള പൈസ അവര് കൊടുക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു 5-6 മാസത്തിന് മുമ്പ് അവിടെ എന്തോ ഇഷ്യൂ ആയിട്ട് അത് കൊടുക്കുന്നില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു. സ്തോത്രം. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. ഒരു യാക്കോബക്കാരൻ സഹോദരനാണ് ആ പൈസയൊക്കെ കൊടുക്കുകയും അവൾക്ക് ഇച്ചിരി ആഹാരമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കാൻ ഒരു യാക്കോബക്കാരൻ സഹോദരനെ ദൈവം ഒരുക്കി. അവിടെ പെന്തക്കോസുകാരില്ലാഞ്ഞിട്ടല്ല, അനുമോള് പോകുന്ന ചർച്ചുകാര് ഒന്നുമില്ലാത്ത ചർച്ചുകാരല്ല. ഞാൻ എന്തെങ്കിലും മറ്റുള്ളവരോട് ആവശ്യപ്പെടുമ്പോൾ അവര് പറയുന്നത്, റാണി സിസ്റ്ററെ, മോള് പോകുന്ന ചർച്ചുകാര് വലിയ ആൾക്കാരല്ലേ, അവിടെ ഇല്ലാത്തതാണോ ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞ് മറ്റുള്ളവരങ്ങ് മുഖം തിരിക്കും. ഞാൻ തരാൻ ചോദിക്കുകയല്ല, ഞാനിങ്ങനെ കാര്യം പറയുമ്പോൾ തന്നെ അവരെന്നോട് പറയുന്ന ഒരു കാര്യോടെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് വരെ ആരുടെയും മുന്നില് എനിക്ക് ഇന്നത് വേണം, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞ് പോകാൻ സർവശക്തൻ എന്നെ അങ്ങനെ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ഭാരത്തിലിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ സഹോദരിയുമായിട്ട് പരിചയപ്പെട്ട്, സഹോദരിയുടെ കുടുംബത്തിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. എന്നിട്ട് എന്നോട് ആ സഹോദരി പറഞ്ഞു, റാണി സിസ്റ്ററെ,
മോടെ ആവശ്യത്തിന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ആമേൻ. ഉറപ്പാ ആമേ സ്തോത്ര സിസ്റ്ററിനുള്ള ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് അറ്റസ്റ്റേഷനുള്ള പൈസ കൊടുക്കണം 1150 പേർ. ഞാൻ ആ സിസ്റ്റർ ഒരു മെസ്സേജ് ഇട്ടു, സിസ്റ്റർ ഇന്നതുപോലൊരു കാര്യമുണ്ട്. ആമേൻ. എനിക്ക് മറുപടി വരുന്നത്, സിസ്റ്ററെ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇടണം, അതോ സിസ്റ്റർ നമ്പർ ഇടണം. ഞാൻ പറഞ്ഞു എന്റെ നമ്പറിൽ ഇടണ്ട. ഞാൻ ആ ഏജൻസിക്കാരുടെ നമ്പർ അങ്ങ് ഇട്ട് കൊടുത്തു. അടുത്ത സെക്കൻഡിൽ ഹല്ലേലൂയ എനിക്ക് വരുന്ന മെസ്സേജ് ഡൺ. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു? വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നീ ആരുടെ മുന്നിൽ കൈനീട്ടുന്നവളായിട്ടല്ല, അനേകർക്ക് കൊടുക്കാൻ കൈനീട്ടുവാൻ തക്കവണ്ണം അതിനെ രകൽക്കമന പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കും. ആമേൻ. ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു തരാം. കാരണം സ്തോത്രം എന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ മെനിങ്ങാന്ന് സ്തോത്രം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അനുമോളും മോനും ഉണ്ടായിരുന്നു. സ്തോത്രം ഞങ്ങളിരുന്ന് സന്ധ്യാപ്രാർത്ഥന ആമേൻ ഇരുന്നപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി. ഞങ്ങള് അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഷീറ്റ് ഇട്ട ഒരു കൊച്ചു വീട്ടിനകത്ത് കുറെ എലികളും സ്തോത്രം ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. 7-8 വയസ്സുള്ള മോളായിരുന്നു എന്റെ മോനെ നോക്കിക്കൊണ്ടിരുന്ന സമയമുണ്ട്. പക്ഷേ എന്നും സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ദൈവസന്നിധിയിലിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. ആമേൻ. ഞങ്ങൾ പാട്ട് പാടും. സ്തോത്രം. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പാട്ട് പാടും. ഹല്ലേലൂയ. എനിക്കതൊന്നും മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. ഞാൻ എന്നിട്ട് സങ്കീർത്തനം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ വചനങ്ങൾ പറഞ്ഞു കൊടുക്കും, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കും. സ്തോത്രം. മണിക്കൂറുകൾ ഹല്ലേലൂയ. ഞങ്ങൾ അറിയത്തില്ല ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ആമേൻ. സ്തോത്രം. ഒരുപാട് വേദനകളുണ്ട്. പക്ഷേ ഞങ്ങളിൽ എന്തുണ്ട്? ദൈവകൃപയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ആന്റിയുടെ കൂടെ, ആ ആന്റിയുടെ കസിന്റെ ആരോ ആണ്, അവര് ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്നതാ. ഒരു വിവാഹത്തിന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി. എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആന്റി ഞാനും. ഞാൻ നോക്കിയപ്പോ എനിക്ക് അത്ര അറിയുള്ള ആരും ഇല്ല. ആന്റിയുടെ കൂടെ കൂട്ടുപോയതാ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങള് അമ്മയും മോളും പോലെയാണ്. അങ്ങനെ ഒരു താമസമായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ CSIക്കാരായിരുന്നു കല്യാണമൊക്കെ നടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കല്യാണ ചെറുക്കൻ എന്നെ തിരക്കി വരുക. അമ്മേ, ഞാനിത് ഇന്നലെ ഒരു മീറ്റിംഗിൽ, കുവൈറ്റിലെ മീറ്റിംഗിൽ ഞാൻ ഇതേ എന്റെ അനുഭവം ഞാൻ പങ്കുവെച്ചു. ഹല്ലേലൂയ. അമ്മേ. സ്തോത്രം. ആ കല്യാണ ചെറുക്കൻ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആന്റി എന്നെ അറിയോ? ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ മിണ്ടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 2-3 ജോലി ചെയ്യോ, കുഞ്ഞുങ്ങളെ നോക്കുവോ. ആമേൻ. സ്തോത്രം. ആമേൻ. ചർച്ചിലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെ പോവോ, അതോ നമ്മൾ പരിസരത്ത് അവിടെ ഇവിടെ നൂണ് നടക്കുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സാക്ഷാൽ വിധവയായവളോ അവൾ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിക്കണം. അവള് വീടുകൾ തോറും നൂണ് കടക്കാനോ ആരെക്കുറിച്ച് അപവാദം പറയാനോ സ്തോത്രം സമയം വെറുതെ ചെലവഴിക്കാനോ ഒന്നും ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നില്ല. ദൈവവചനത്തിൽ ഞാൻ വചനം പഠിച്ചവളും കൂടെ ആയതുകൊണ്ട്, ആ വചനം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആമേ കർത്താവിനോട് പറഞ്ഞു, യേശുപ്പാ എന്നെ വിധവയാക്കിയിട്ടാ, എന്തിനാ എന്നെ വിധവയാക്കിയതെന്നൊക്കെ 2-3 ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഹല്ലേലൂയ എങ്കിലും ഞാൻ വചനത്തെ പ്രമാണിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല മോനെ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. സ്തോത്രം. അന്നേരം എന്നോട് പറഞ്ഞു, ആന്റിയെ ഞങ്ങൾക്കറിയും. സ്തോത്രം. ആന്റി അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ പാട്ട് പാടുമ്പോൾ, അവിടെ ആ അന്തരീക്ഷം മൊത്തം നിശ്ചലമായി നിൽക്കും. ആ പരിസരക്കാർ മൊത്തം റോഡിനകത്ത് ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ഞങ്ങൾ പാട്ട് പാടും. നമ്മൾ കഥ കടച്ചിട്ട് അകത്തിരിക്കുകയാ. സ്തോത്രം. കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ പാട്ടുകളെ പാടുവാൻ, ആമേൻ, അവരെ ദൈവകൃപയിൽ വളർത്തുവാൻ, നമ്മുടെ അതിവേദനയ്ക്കകത്തും നമ്മുടെ ഉള്ളിലുള്ള സൗരഭ്യം മാത്രമേ നമ്മളെ കൂടെ പുറത്തു വരുത്തൂ. ഞാൻ കഴിഞ്ഞ ദിവസം അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു.
സ്തോത്രം. നമ്മൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇപ്പൊ മോൾ അങ്ങ് ദുബായിൽ പോയി, സ്തോത്രം. മോനാണെങ്കിൽ +2 ആയതുകൊണ്ട് അവർക്ക് രാത്രിയിലും ക്ലാസ്സാ. ഹല്ലേലൂയ. സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ട്യൂഷൻ പോവും. എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇന്ന് തന്നെ 9:30 അവൻ വന്നപ്പോൾ. സ്തോത്രം. അപ്പൊ ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് കയറി. ഹല്ലേലൂയ. ഇനി 11 മണിയാകുമ്പോഴത്തേക്ക് ചിലപ്പോ അവൻ കിടന്നങ്ങ് ഉറങ്ങും. സ്തോത്രം. എന്നാലും രാവിലെയൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചായിരിക്കും ചെന്നിരുന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെ പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി, നമ്മൾ കൂടുതൽ ബിസിയായി. പക്ഷേ ദൈവം നടത്തിയ വിധങ്ങൾ നമ്മൾ മറക്കരുത്. കർത്താവ് നമ്മളോട് ആവർത്തന പുസ്തകത്തിനകത്തൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്, നമ്മൾ വഴി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഹല്ലേലൂയ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പറയണം. ദൈവത്തെക്കുറിച്ച് അതിന്റെ റകൽക്കമന ഇടവിടാതെ ദൈവത്തിന്റെ സ്തുതി നമ്മുടെ അധരങ്ങളിന്മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ വേറൊരു കാര്യം ഞാൻ കുഞ്ഞുങ്ങളെ ഓർപ്പിച്ചു. ഞാൻ ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഇവിടെ കൊല്ലം ഉളിയക്കോവിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് താമസം മാറി. അവിടെ മൊത്തം ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 27-27.5 വയസ്സ് അത്രേ ഉള്ളൂ. അതിൽ അത്രയും ആ സമയത്ത് കണ്ടാൽ പോലും അങ്ങനെ പറയത്തിലുള്ള വണ്ണം എല്ലാം പോയിരിക്കുന്ന സമയം. എനിക്ക് ഭയം ആ ലോകത്തെ. സ്തോത്രം. അന്ന് ഞാൻ ഇവിടെ സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമിൽ ജോലി ചെയ്യാം. നിങ്ങൾ ഓർക്കണം, ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഒരു ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന പേരെങ്കിലും ഹല്ലേലൂയ. പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനും എന്തിന് ഹോട്ടൽ ഫുഡ് മേടിക്കാൻ വരെ സ്തോത്രം ഈ പയ്യന്മാരെ ഇട്ട് ഓടിക്കുന്നത് പോലെ ഞാൻ ഓടിയ കാലഘട്ടം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് നിന്ന വരുമെന്നോ ആക്ഷേപം വരുമെന്നോ ഒന്നും എനിക്ക് ചിന്തിക്കാൻ നേരമില്ല. ഞാൻ എപ്പോഴും പാട്ടുപാടും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. അച്ഛനുള്ളപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കളമശ്ശേരിയിൽ ആ സെമിനാരിയിൽ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛനോ ഹല്ലേലൂയ എന്നെ ഒന്ന് സ്കൂട്ടർ പഠിപ്പിക്കേ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നോട് പറയാം, എന്നിട്ട് വേണം ഞാൻ എന്നെ റോഡിന്റെ നടുക്കുന്ന തൂത്തുവാരാൻ. ഇപ്പൊ ഞാനുണ്ട്, എൻ്റെ കൂടെ അങ്ങ് വന്നാ. പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഞാൻ ഈ കൊല്ലത്ത് വന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ ഈ കൊല്ലം മൺട്രോത്തുരുത്ത് പെരുങ്ങാലം എന്ന് പറഞ്ഞ 4 ചുറ്റും വെള്ളം മാത്രമുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നതാ. സൈക്കിള് പോലും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ ഞാൻ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് സ്കൂട്ടർ എടുത്ത് ഞാനത് ഓടിച്ചു പഠിച്ച് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സ്കൂട്ടർ ഓടിച്ചു. മറിഞ്ഞു വീണു, ദേഹം നല്ലവണ്ണം പൊട്ടി ചോര ഒഴുകി. അവിടുന്ന് കരഞ്ഞ് എഴുന്നേറ്റ്. സ്തോത്രം. ഞാൻ ആശ്രാമം മൈതാനം മുതല് പട്ടത്താനത്ത് ഞാൻ താമസിക്കുന്നവിടം വരെ, ആ സ്ഥലം വരെ എന്റെ ശരീരത്തിൽ നിന്ന് ചോര ഒഴുക ടൗണാന്ന് ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. കൊല്ലം ടൗണിനകത്തൂടെ ശരീരം മുഴുവൻ ചോര ഒഴുകുന്നതിനേക്കാൾ മനസ്സ് ഹല്ലേലൂയ ഇങ്ങനെ കരഞ്ഞും കൊണ്ട്. അന്നേരം എനിക്ക് വണ്ടി എടുത്ത് പൊക്കി തന്ന ഒരു കളക്ടറേറ്റിലെ ഒരു ജീവനക്കാരനുണ്ട്. ആ പുള്ളി ഇത് കണ്ടിട്ട് എന്റെ പുറകിന് വന്നു. സ്തോത്രം. പിൽക്കാലത്ത് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ഇടയായി തീർന്നു. സ്തോത്രം. തലമുറകളില്ലാതിരുന്ന ആ സഹോദരന് വിശ്വാസത്താൽ തലമുറകൾ പ്രാപിക്കുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഹൈന്ദവ സഹോദരനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിൽ കൂടെ ഹല്ലേലൂയ രക്തം ഒഴുകും. സ്തോത്രം. കണ്ണുനീരല്ല, രക്തം ഒഴുകുന്ന അനുഭവമായിരുന്നു ശരീരത്തിനകത്തും മനസ്സിനകത്തും ഒരുപോലെ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇന്ന് ഞാൻ സ്കൂട്ടർ ഓടിക്കും, കാർ ഓടിക്കും. എവിടെ വേണേലും ഹല്ലേലൂയ സ്തോത്രം. ഏത് വണ്ടി തന്നാലും ഓടിക്കാനുള്ള പ്രാപ്തി ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവല്ല കേട്ടോ. ഇത് സുബോധത്തിന്റെയും പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുക മാത്രമല്ല, നമുക്ക് ജ്ഞാനം തന്ന്, വിവേകം തന്ന്, പരിജ്ഞാനം തന്ന്, ഏറ്റവും കഷ്ടതയുടെ സമയത്ത് നമ്മിൽ നിന്ന് അരോമ പുറത്തു വരും. ഹല്ലേലൂയ. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും ഹല്ലേലൂയ അതിന് രകതൽക്കവന എന്റെ സഹോദരന്മാർ എന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടു. അവൻ അവിടെ എന്റെ ശരീരം മുറിക്കപ്പെട്ടു, മനസ്സ് മുറിക്കപ്പെട്ടു. അവിടെ നിന്ന് എഴുന്നേറ്റ് എവിടെ പോയി? വിദ്യാനെ കച്ചവടക്കാരൻ എന്നെ വിറ്റ് ഹല്ലേലൂയ പൊത്തിഫറിന്റെ ഭവനത്തിലെത്തി. അതിന് രകൽക്കമന. പക്ഷെ പൊത്തിഫർ കാണുന്നത് എന്താ? യോസഫിനോട് കൂടെ ദൈവമുണ്ട്. സ്തോത്രം. ദൈവമൈതലേ, യോസഫിന്റെ ശരീരവും മനസ്സും എല്ലാം മുറിവേൽക്കപ്പെട്ടതാ. അവനിൽ കൂടെ കണ്ണുനീരിന് പകരം രക്തം ധാരധാരിയായി
ഒഴുകുന്നെങ്കിലും അതിന്റെ റകൽ ഘടകമന അവന് ചുറ്റും നിൽക്കുന്ന പൊത്തീഫറും കാരാഗ്രഹ പ്രമാണിയും ഒക്കെ കാണുന്നത് അവനോടുകൂടെ ദൈവമുണ്ട്. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് അതിന്റെ റകൽ ഘടകമന നിന്നെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയട്ടെ നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന്. നീ നിമിത്തം അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നീ നിമിത്തം അവരുടെ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും വേദനയും ഒക്കെയാ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ ഞാൻ ഇങ്ങനെ പറയാനിരുന്നാൽ ആ വചനത്തോട് എനിക്ക് നീതി പുലർത്താൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4 അധ്യായം അതിന്റെ 17. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ 7 വാക്യം മുതൽ വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. എവിടെയാ ഉള്ളത്? മൺപാത്രങ്ങളിൽ, ബലഹീന പാത്രങ്ങൾക്കകത്താ ഉള്ളത്. ആമേൻ. സ്തോത്രം. എന്നിട്ട് പറയാ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടം സഹിച്ച ദൈവവേദന ഇവിടെ വാ, ഇടുങ്ങിയിരിക്കുകയാണോ? ഓക്കെ. ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്നെ ഇടുങ്ങിയിരിക്കാൻ അനുവദിക്കുന്നതല്ല. ആമേൻ. ഇതാണ് ക്രിസ്ത്യാനിത്വം. ഹല്ലേലൂയ. എന്താ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ആമേൻ. വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ പ്രിയ ദൈവവേദലേ. അതുന്ന രകൽ ഘടകമന ഞങ്ങൾ സകല വിധത്തിലോ നീ കഷ്ടം സഹിക്കുന്നു എങ്കിലോ ഇടുങ്ങിയിരിക്കുന്ന അനുഭവത്തിലല്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലോ നിരാശപ്പെടുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. ആമേൻ. എല്ലാവരും നോക്കുക. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് വിശ്വാസമില്ല ഇറങ്ങിയതാ. എല്ലാരും നോക്കുമ്പോ ഞാൻ വീണ് കിടക്കുകയാണ്. റാണിയും കുഞ്ഞുങ്ങളും വീണ് കിടക്കുക. ആരും അടുപ്പിക്കത്തില്ല. സ്തോത്രം. എന്താ? അവരുടെയൊക്കെ ഇങ്ങോട്ട് തരേണ്ടി വന്നാലോ? എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് വരെ എനിക്കൊരു ഉപ്പ് ചിരട്ട പോലും തന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിനരകൾ ഘടകമല്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്താ കാരണം? നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അഭിഷേകത്താൽ അവൻ ജഡത്തെ മരിപ്പിക്കുന്ന ദൈവ പൈതലെ, അവൻ നിന്റെ ശരീരത്തിനകത്ത് ഹല്ലേലൂയ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമോ? യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടണമോ? നിന്റെ ചിന്തകളെ മരിപ്പിക്കണം. ജഡത്തെ അതിന്റെ മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചില്ല എങ്കിൽ അതിന്റെ റകൽ ഘടകമന നിനക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയത്തില്ല. അഭിഷേകത്തിന്റെ നിറവിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. എന്നിട്ട് പറയാ, ഞങ്ങളുടെ മർത്യശരീരത്തിൽ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. വിശ്വാസത്തിന്റെ വേല, വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. ഈ വചനം ഏറ്റെടുക്ക്. ഈ വചനം മാത്രമേ വിടുവിക്കപ്പെടുകൂ. ഇളക്കപ്പെരുപ്പം വിടുവിക്കത്തില്ല കേട്ടോ. പക്ഷേ ഈ ജീവന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ റകൽക്കമന, ഞാൻ പറഞ്ഞല്ലോ, ഇല വേണ്ട ഫലം മതി. ആമേൻ. സ്തോത്രം. ഇല വേണ്ട ഫലം മതി. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഫലം ഉണ്ടാകണമെങ്കിൽ സ്തോത്രം, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഇന്ന് മറ്റുള്ളവരിൽ ജീവൻ വ്യാപരിക്കാത്തത് എന്താ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മിൽ മരണം സംഭവിക്കുന്നില്ല. നമുക്ക് ഹല്ലേലൂയ പലതും മരിപ്പിക്കാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ ശക്തിയെ ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ആമേ ക്രിസ്തു യേശുവിൽ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിൽ ആമേ സ്തോത്രം, ആമേ നീതിയോടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം എന്തോ ഉണ്ടാകും? ജഡത്തില് കഷ്ടതയുണ്ടാകും. എന്നാൽ ഈ കഷ്ടതയുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. സ്തോത്രം. ആമേൻ. ഞാന് ആ ഒരു സാക്ഷ്യത്തിന്റെ കാര്യം പറഞ്ഞു വന്നെയായിരുന്നല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഉളിയക്കോവില് ആമേൻ സ്തോത്രം ഇവിടുന്ന് മാറിയിട്ട് ഉളിയക്കോവിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് താമസിക്കാൻ ചെന്നു. ഹൈന്ദവരുടെ ഏറ്റവും വലിയ ഏരിയ. ഞാൻ അവിടെ സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമിൽ വേറൊരിടത്ത് ജോലി ചെയ്യുക. രാവിലെ 8-8:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രി 7:30-8:30 ആകും തിരിച്ചു വരാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് അവര് അകത്ത് കയറി ഇരിക്കും. സ്തോത്രം. ഒരു ചെറിയ മതില് ഒക്കെ ഉള്ള ഒരു വീടാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇറങ്ങിയപ്പോൾ അടുത്ത ആ കോർണറിലുള്ള 2 വീട്ടിലെ 2 സ്ത്രീകള് എന്റെ സ്കൂട്ടറിന് വന്നിങ്ങനെ
നിർത്തുന്നു പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയിട്ട് അവര് വന്ന് എന്നോട് പറഞ്ഞു, അതൊരു നേഴ്സാണ്, ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ഞാൻ അന്നേരം ഇങ്ങനെ പകച്ചു നിൽക്കുക. ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല. ഏകദേശം 1 വർഷത്തോളം ഞാൻ ആ വീട്ടിൽ 3.5 വർഷം താമസിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന സംഭവമാണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ സന്ധ്യയ്ക്കുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ഈ പരിസരക്കാരെല്ലാവരോടെ എഴുന്നേറ്റ് ഇറങ്ങി നിൽക്കും. സ്തോത്രം. പലവട്ടം ഞങ്ങൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും കഷ്ടതയുടെ, ഏറ്റവും വേദനയുടെ ഹല്ലേലൂയ നാളുകളിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയാമോ, ആ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാര്, ഞാൻ സ്തോത്രം 6 മണിയൊക്കെ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പൊറോട്ടയോ ഇറച്ചിയോ ഒക്കെ മേടിച്ച് ആ ഗേറ്റിൽ കൊണ്ട് തൂക്കിയിട്ട് കൊടുക്കും. പപ്സോ മിക്സറോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വാങ്ങിച്ചിട്ട് കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണെങ്കിൽ, യഥാർത്ഥമായിട്ട് ദൈവവചനത്തിൽ ആശ്രയിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, എല്ലാവരും നമ്മൾക്ക് പ്രതികൂലമായി കൊള്ളട്ടെ, അനുകൂലകനായ ഒരു അത്യുന്നത ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അവൻ നമുക്ക് തുണയായി നിൽക്കും. ഹല്ലേലൂയ. ഇന്നും എന്റെ ജീവിതത്തിന്റെ അനുഭവം അതാ. ഇന്നും ഞാൻ അനുഭവിച്ച നന്മയതാ. ഹല്ലേലൂയ. സ്തോത്രം. 1 ജോൺ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. എന്താ? നിങ്ങൾ ആ വാക്യം ഒന്ന് പറഞ്ഞേ. ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നു. സ്തോത്രം. ആസ് ഫോർ യു the anointing which you received from him abides in you. Hallelujah. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. ഇത് കേൾക്കുന്നവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തുവോ? നിങ്ങളിൽ ഇത് എത്രത്തോളം ഇറങ്ങുന്നു എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇത് ഇറങ്ങണം. ഹൃദയത്തിനകത്തേക്ക് ഈ ഉൾനട്ടതായ ദൈവത്തിന്റെ വചനം ഇറങ്ങണം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ഈ ദൈവ വചനത്താൽ എന്റെ സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിടുവിക്കപ്പെടണം. നിങ്ങൾ ഉറയ്ക്കപ്പെടണം. സ്തോത്രം. എനിക്ക് വേണമെങ്കിൽ എല്ലാവരോടും ദൂത് പറയാൻ പറ്റും. ആത്മാവിൽ ഇങ്ങനെ ഇരുത്താൻ എനിക്ക് അഭിഷേകമുള്ളത് കൊണ്ട് എനിക്ക് പറ്റും. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി അതല്ല വേണ്ടുന്നത്. സ്തോത്രം. ഈ വചനം ആഴത്തിൽ ഇറങ്ങണം. ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങളെ സ്തോത്രം നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയാലും, അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ. നമ്മുടെ കടമ എന്താ? നമ്മുടെ കടമ എന്താ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ വസിക്കുക. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു, നമ്മളിൽ ഉണ്ടെന്നുള്ള സുബോധം പ്രാപിക്കുക. ആരും നമ്മളെ ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആത്മാവ് തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരുന്നു. അത് ഫോഷ്കാണോ പറഞ്ഞു തരുന്നത്? നമ്മൾ പലരിടത്തും ദൂത് കേൾക്കാൻ പോകും, ആലോചന ചോദിക്കാൻ പോകും. എന്നാൽ എത്ര സമയം ദൈവസന്നിധിയിലിരുന്ന് നമ്മൾ തന്നെ പ്രാപിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിന്റെ മഹത്വം എന്ന് തിരിച്ചറിയുന്നു, അപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നോ ഹാഷ്മി സിസ്റ്ററെ? മനസ്സിലാകുന്നോ? സിസ്റ്ററെ, നിങ്ങളുടെ ഉൾത്തടത്തിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിക്ക് അതുനരകൽ ഘടകമന നിങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള ഹല്ലേലൂയ കൃപ തന്നിട്ടുണ്ട്. അൽക്കമന ഘടകന രക്ഷസ്യ. എന്റെ കുടുംബത്തിനകത്തെ അസ്വാരസ്യങ്ങൾക്കകത്ത്, ബന്ധങ്ങളുടെ വിള്ളലുകൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് മതിയായവനാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നിന്റെ ചിന്തകളെ പരിശുദ്ധാത്മാവിനോടുള്ള ഹല്ലേലൂയ ഇഷ്ടത്തിൽ പിടിച്ചടക്കിക്കൊള്ളണം.
ഇരു മനസ്സ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മപൂർണരായി വിശ്വാസത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടി വെളിപ്പെടട്ടെന്ന് ആത്മാവ് ദൂത് പറയുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? അതിന്റെ രകൽ ഘടകമന നിങ്ങളിൽ ആമേൻ വ്യാപരിക്കുന്ന അഭിഷേകം, ഹല്ലേലൂയ, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിങ്ങളെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആമേൻ ദുഃഖിപ്പിക്കരുത്. ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഞാൻ ഹന്നായെ കുറിച്ച് പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞു ഇങ്ങനെ പോവുക. സ്തോത്രം. സത്യത്തിൽ ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ ചില വേലയെക്കുറിച്ചൊക്കെ പറയണമെന്നൊക്കെ ചിന്തിച്ചാ വരുന്നതെങ്കിലും എനിക്കറിയാം ഈ ജനത്തിന് വേണ്ടുന്ന ദൂത് മാത്രമേ ദൈവം ഇവിടെ കൈമാറുന്നുള്ളൂ. സ്തോത്രം. അതങ്ങ് പ്രാപിച്ച് അതിലങ്ങ് വിടുതൽ ഏറ്റെടുത്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം. അപ്പൊ അത് വായിക്കുമ്പോൾ ഒരു വാക്യോടെ വായിച്ചോട്ടെ. ഫിലിപ്പ്യ ലേഖനം 1-ാം അധ്യായം. സ്തോത്രം. 9-ാം വാക്യം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. എങ്ങനെ വേണം? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. നമ്മുടെയൊക്കെ പരാജയങ്ങളല്ലേ? നമ്മളിപ്പോഴും പരിജ്ഞാനപൂർത്തി ഉണ്ടോ? നമുക്ക് വിവേകമുണ്ടോ? ഞാൻ ഇപ്പോഴും നിലവിളിക്കുന്ന ഒരു വിഷയം, കർത്താവേ എനിക്ക് പക്വതയില്ലപ്പ, വിവേകമില്ല, ജീവിക്കാൻ അറിഞ്ഞുകൂടാ കർത്താവ്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം, സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയല്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ റാണി സിജു എത്ര കാലം ജീവിച്ചു എന്നല്ല, പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന വചനം നിത്യതയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുവാൻ മതിയായ ദൈവത്തിന്റെ വചനം. ഇത് ഞാൻ ഹല്ലേലൂയ വെറുതെ പറയുന്ന കാര്യമല്ല, വളരെ ആത്മശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെയാ ഈ ദൈവവചനം ഞാൻ നിങ്ങളുടെ നടുവിൽ കൈമാറ്റം ചെയ്യുന്നത്. പൂർണ്ണ നിശ്ചയത്തോടെ, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, ആത്മനിറവോടെ നിങ്ങളോട് പറഞ്ഞു തരികയാ. അതിന് രകൽ ഘടകമെന്നവാ, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ആമേൻ. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കണമെങ്കിൽ ആമേൻ തെസ്സലോനിക്ക ലേഖന കർത്താവ് ആമേൻ പറയുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നവും എങ്ങനെ വർദ്ധിച്ചു വരണോ? വിവേകത്തിൽ. നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കകത്ത് വിവേകം വേണോ? ആമേൻ. ഞാൻ ഒത്തിരി വിദേശങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അവരോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഒരുപാട് വരുന്ന സമയമല്ലേ, എല്ലാവർക്കും ക്വാണ്ടിറ്റി കുറയ്ക്കണം, ക്വാളിറ്റി കൂട്ടണം. സ്തോത്രം. ക്വാളിറ്റി ഉള്ളതിനെ മതി, സ്തോത്രം. ക്വാണ്ടിറ്റി കുറവ് മതി. ക്വാളിറ്റിക്ക് എവിടെയും ഭയങ്കര സ്ഥാനം. പരിജ്ഞാനം ഉള്ളതിനെ, വിവേകമുള്ളതിനെ, വകതിരിവുള്ളതിനെ അവരവിടെ വില കൊടുക്കുന്നത് ആണോ അല്ലയോ? ജീവന്റെ ഹദ്യന റകൽ കടകമന ഈ ദിവസങ്ങളിൽ നമുക്ക് വാഞ്ചിക്കാം. കർത്താവേ, ഒരു വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, ഇത് രണ്ടിലും ഞാനിവിടെ നിർത്തുകയാണ്. ആമേൻ. സ്തോത്രം. അടുത്തത് പറയാനാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്റെ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ മൂല്യമുള്ളതാവണം. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് ഈ വചനം പറയുമ്പോൾ എന്റെ ജീവിതത്തിലും എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ നാളിലേക്ക് തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമാകുവാൻ ഇടവരണം. ഇന്ന് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് തന്ന കാര്യ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഈ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഞാൻ നടുങ്ങിയ ഒരു വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം തന്നെ 2-ാം അധ്യായം 19-ാം വാക്യത്തില്, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകും?
മനസ്സിലായോ? ഇന്ന് ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ നാളിൽ ഞാൻ പ്രശംസാ വിഷയമാകുവാൻ, പ്രശംസയുടെ കിരീടം എനിക്ക് പ്രാപിപ്പാൻ ഇടയാകുന്നു. നിങ്ങൾക്ക് പിടികിട്ടിയില്ലായിരിക്കും. ഞാൻ ഇന്ന് വളരെ വിശ്വസ്തയോടെ, ബഹുപ്രാഗൽഭ്യത്തോടെ, നിശ്ചയത്തോടെ ദൈവവചനം നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ നാളിൽ എനിക്കിതെന്തിന് കാരണമാകും? പ്രശംസ കിരീടമായി എന്തായിത്തീരും? മനസ്സിലാവുന്നു? എന്ത് ചെറിയ കാര്യം ചെയ്താലും, എന്ത് പ്രവൃത്തി ചെയ്താലും, എന്ത് ശുശ്രൂഷ ചെയ്താലും, പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുക, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ പൗലോസിന്റെ ആശ, പൗലോസിന്റെ സന്തോഷം, പൗലോസിന്റെ പ്രശംസാ കിരീടം തെസലോനിക്കയിലെ ദൈവജനമേ നിങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ ഇതിന്റെ ആഴം? അപ്പോസ്തലനായ പൗലോസിന് വ്യക്തമായിട്ട് അറിയാം, ഇന്ന് താൻ ചെയ്യുന്ന ശുശ്രൂഷ, താൻ കണ്ടുമുട്ടുന്ന വ്യക്തി ജീവിതങ്ങൾ, തന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകുന്ന പ്രവൃത്തികൾ, പ്രയത്നങ്ങൾ, ഇതൊന്നും വ്യർത്ഥമല്ല. ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് തേജസ്സും മാനവും പുകഴ്ചയും പ്രശംസയും സന്തോഷവും, ഹല്ലേലൂയ, പ്രശംസ കിരീടവും എല്ലാം ലഭിക്കാൻ പോകുന്നത് എന്റെ ജീവിത കാലയളവിലെ എന്റെ ഓട്ടം കൊണ്ടാ, എന്റെ അധ്വാനം കൊണ്ടാ. പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നീ മുട്ടുമടക്കുമ്പോൾ, നീ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ അത് നിനക്കൊരു മാനത്തിന് കാരണമാകും. അതിന്റെ രകൽക്കമന നീ ഹല്ലേലൂയ കടന്നു പോകുന്നിടത്തൊക്കെ വിശ്വാസത്തിന്റെ പ്രയത്നം നിന്നിൽ കൂടെ മറ്റുള്ളവരിലേക്ക് കിട്ടുന്നെങ്കിൽ, നിന്നിൽ കൂടെ സ്നേഹത്തിന്റെ പരിജ്ഞാനം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ കിരീടമായി ഇതെല്ലാം മാറ്റപ്പെടും. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം ഭയത്തോടെ ചെയ്തോണം, മനുഷ്യർക്കല്ല, ക്രിസ്തുവിന് എന്നവണ്ണം ചെയ്തോണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ദൈവം ഭരമേൽപ്പിച്ചത്. ഇന്ന് രാത്രി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ശമനഗതിര ജീവനഘടകനഗച്ചുര. ഇനി ആദരം തുറന്നൊന്ന് പറഞ്ഞേ, കർത്താപ്പച്ച യേശുപ്പ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുപ്പച്ച എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ നാളിൽ ലജ്ജിക്കാതെ നിൽക്കേണ്ടതിന് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ഞങ്ങളിൽ കൂടെ വെളിപ്പെടണം, എന്നിൽ കൂടെ വെളിപ്പെടണമേ. പരിജ്ഞാനം, സ്നേഹത്തിന്റെ പരിജ്ഞാനം, ക്രിസ്തുവേശുവിലുള്ള സ്ഥിരത, ഹല്ലേലൂയ, ഞങ്ങളിൽ കൂടെ വെളിപ്പെടണമേ. ക്രിസ്തുവിന്റെ നാളിൽ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ആശ, ഞങ്ങളുടെ പ്രശംസ കിരീടം, അധൂനാരകൾ ഘടകമല്ല, ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞങ്ങൾ ആരും വീണ് നശിച്ചു പോകുന്നവരായിട്ട് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അവൻ എത്ര മണിക്കൂറുകൾ ഈ ഭൂമി ജീവനോടിരിക്കുന്നു, അത്ര നാളും വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്നാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ദൈവജനത്തെ സമർപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കിയാട്ട് ഇന്ന് രാത്രിയിലത്തെ ഈ വചന ശുശ്രൂഷ ക്രിസ്തുവിന്റെ നാളിൽ ഞങ്ങൾക്ക് സന്തോഷത്തിനും ആശയ്ക്കും പ്രശംസ കിരീടത്തിനും കാരണമാകുവാൻ തക്ക എല്ലാവരും ഉത്സാഹത്തിൽ മടുപ്പില്ല, ആത്മാവിൽ ഒരുപാട് തിരുമുമ്പാകെ നടക്കും. ആയതിനായി സമർപ്പിക്കുന്നു. സ്വർഗം മഹത്വം എടുത്താൽ പ്രാർത്ഥന യാചന കേട്ടതിനായി യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.